ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലെ? സോ നമ്മളിതാ നല്ല രീതിയിൽ ഓണം എക്സാമിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം ഇങ്ങ് അടുത്തെത്തും. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ അങ്ങ് പുറകിലായി പോകരുത്, ഏറ്റവും മുന്നിൽ തന്നെ വേണം. നമ്മുടെ ഈ ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. നിങ്ങൾക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടുന്നതുമായിട്ടുള്ള ചാപ്റ്റർ ആണിത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഏത് മാർക്കിന് എങ്ങനെ വരുന്നു എന്ന് പഠിക്കുന്നുണ്ട്, ഏതാണ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തരും ആൻസർ ചെയ്യാൻ വേണ്ടി, അത് കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നേരെ ഇതാ ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 3 മാർക്കിന്റെ ചോദ്യമാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. Identify the process, write the step of this process, what is a primer. ഈ പ്രോസസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ് ആണ്. അത് കൂടാതെ തന്നെ ഈ പ്രോസസ്സിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റെപ്സ് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള സ്റ്റെപ്സ് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യണം. ഇനി വാട്ട് ഇസ് എ പ്രൈമർ എന്നും ഇതിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ദിസ് ഇസ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അനീലിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സ്റ്റൻഷൻ. ഇതാണ് PCR എന്ന് പറയുന്നത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആവുന്നു. അനീലിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈമർ ഒക്കെ അറ്റാച്ച് ചെയ്ത് എന്ത് ചെയ്യുന്നു, എൻസൈം ഒക്കെ യൂസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും DNA പോളിമറൈസ് എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. അനീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ എക്സ്റ്റൻഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് അല്ലെ. ഈ DNA എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്ത് ഓരോ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് വീണ്ടും പുതിയ സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു റെപ്ലിക്കേഷൻ പ്രോസസ് ആണ് PCR വഴി നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് ഓർത്ത് വെക്കുക, ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ എന്നുള്ളതാണ്. അപ്പം ഇത് ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് എ പ്രൈമർ എന്നാണ്. പ്രൈമർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ് കോംപ്ലിമെന്ററി ടു ദ റീജിയൻസ്. ഈ പ്രൈമർ വെച്ചിട്ടാണ് നമ്മൾ ഈ കോംപ്ലിമെന്ററി ആയിട്ട്, ഇവിടെ ഏത് ന്യൂക്ലിയോടൈഡ്സ് ആണ് ACTGA എന്നാണെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് തന്നെ ഇവിടെ വരുന്ന ഈ ഒരു റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് റീജിയനെയാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമർ എന്ന് പറയുന്നത്. അപ്പം അതെന്താണെന്ന് ക്ലിയർ ആയല്ലോ. സോ 3 മാർക്സ് പോക്കറ്റിൽ വീണു. ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് RDNA ടെക്നോളജി ആർ ഗിവൻ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. ഇവിടെ RDNA ടെക്നോളജി ആണ് തന്നിട്ടുള്ളത്, അതിന്റെ സീക്വൻഷ്യൽ ഓർഡർ കറക്റ്റ് ആക്കാനാണ്. ലിഗേഷൻ, ഐസൊലേഷൻ, ട്രാൻസ്ഫറിങ്, ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്, കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് സെല്ല്. RDNA ടെക്നോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലെ. അപ്പൊ അത് ആദ്യം എന്ത് വരും, ഐസൊലേഷൻ ഓഫ് DNA. ആദ്യം നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ആ DNA നമ്മൾ ഫ്രാഗ്മെന്റേഷൻ ആക്കുന്നു. അതിൽ നമ്മൾ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്, ജെൽ ഇലക്ട്രോഫോറസിസ്. പിന്നെ എന്ത് ചെയ്യുന്നു, ആ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻടു വെക്ടർ, ഒരു വെക്ടറുമായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ലിഗേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി റീകോംബിനന്റ് DNA എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫറിംഗ് ദിസ് റീകോംബിനന്റ് DNA ഇൻ ദ ഹോസ്റ്റ്, നമ്മൾ ഹോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫൈനലി കൾച്ചറിംഗ് ഓഫ് ദ ഹോസ്റ്റ് സെൽ ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ. നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിനെ കൾച്ചർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിനെ മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടുന്നു അല്ലെ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം, ഇത് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പം അടുത്തത്, observe the picture given below, identify the instrument in the figure, write any one use of this instrument. മോസ്റ്റ്ലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടാണ്. ഈ തന്നിട്ടുള്ള ഡയഗ്രാം എന്തിന്റെയാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ അല്ലെങ്കിൽ ബയോ റിയാക്ടർ എന്ന് എഴുതാം. സ്പെസിഫിക് ആയിട്ട് എഴുതാൻ നല്ലത്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്. എന്താണ് ഇവർ ചെയ്യുന്നത്, ലാർജ് വോളിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് നടത്താൻ പറ്റും.
കൂടുതൽ എമൗണ്ടിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് കീപ്പ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ലാർജ് വോളിയത്തിലും പ്രോപ്പർ pH, പ്രോപ്പർ എൻവയോൺമെന്റിൽ ഒപ്റ്റിമം ഗ്രോത്ത് കൺട്രോൾ ചെയ്ത് നമുക്കൊരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അത് റിയാക്ടറിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐഡന്റിഫൈ ദ മിസ്സിംഗ് ഫീച്ചർ ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. റിക്കഗ്നൈഷൻ സൈറ്റ് ഫോർ റിസ്ട്രിക്ഷൻ എൻസൈം, സെലക്ടബിൾ മാർക്കർ. ക്ലോണിംഗ് വെക്ടറിന്റെ 3 പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് എന്ത് നമ്മളിവിടെ പഠിക്കുന്നത്. പല തവണ ചോദിക്കുന്നതാണ് ക്ലോണിംഗ് വെക്ടറിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. അപ്പൊ ക്ലോണിംഗ് വെക്ടർ ആകുമ്പോൾ അതിന് എന്തായിരിക്കണം, സെലക്ടബിൾ മാർക്കർ ഉണ്ടായിരിക്കണം, റിക്കഗ്നൈഷൻ സൈറ്റ് ഫോർ റിസ്ട്രിക്ഷൻ എൻസൈം ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ടതും ആദ്യം നമ്മൾ പഠിക്കുന്നതുമായിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനുള്ളതാണ്. ഒരു സൈറ്റും കൂടെ ക്ലോണിംഗ് വെക്ടറിന് വേണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോറി, ഓക്കെ, യെസ്, അത് കമന്റ് ചെയ്തോളൂ. Choose the correct answer. DNA fragments with the same kind of sticky ends can be joined by. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ്. ഇത് ഒന്ന് കമന്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോണിംഗ് വെക്ടറിന്റെ ഒരു ഫീച്ചർ എന്താണെന്നുള്ളത്. രണ്ടാമത്തേതാണ് DNA fragment with same kind of sticky ends can be joined by. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിക്കേൻസ് ഫോം ചെയ്യുന്നത് അതിനെ ജോയിൻ ചെയ്യാൻ എൻസൈംസ് വെച്ചിട്ടാണ് നമ്മൾ DNA ഫ്രാഗ്മെന്റിനെ കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്നതും. കട്ട് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആൻഡ് എക്സോന്യൂക്ലിയസ് വഴിയാണ്. അതേസമയം ഇതിനെ ഒട്ടിച്ച് ചേർക്കാൻ വേണ്ടി മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജെനറ്റിക് ഗ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു എൻസൈം നമ്മൾ പഠിക്കുന്നുണ്ട്. അതേതാണ് ഇതിലെന്നും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. Then choose the correct answer. Choose the correct answer. First, restriction endonuclease isolated. ഇതും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തത് ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഇസ് നൺ അദർ ദാൻ ഹിന്റ് 2. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത്, നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റീകോമിനന്റ് പ്രോട്ടീൻ. ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ്സ് ബയോറിയാക്ടർ. നെയിം ദ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. DNA നമ്മൾ എന്ത് ചെയ്യുന്നു? DNA നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റണം അല്ലെ. ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റണം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നത് ജെൽ ഇലക്ട്രോഫോറസിസിലാണ്. അഗാറോ ജെൽ എന്ന മീഡിയത്തിലാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലെ, അത് ആനോഡ് ആൻഡ് കാനോഡ് നമ്മൾ കണക്ട് ചെയ്ത് ആ ഒരു ചാർജ് വഴി എന്ത് ചെയ്യുന്നത്, അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് എന്ത് ചെയ്യും, ഏറ്റവും ഫാർദസ്റ്റ് മൂവ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്, എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിനിങ് വെച്ചിട്ടാണ് നമ്മളത് വിസിബിൾ ആകുന്നത് UV റേസിൽ. ആൻഡ് അതിനുശേഷം അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോഫോറസിസ് ഇമ്പോർട്ടന്റ് ആണ്. Polymerase chain reaction is a technique used in rDNA technology. Write the function of PCR in rDNA. Name thermostable polymerase enzyme used in PCR. PCR തന്നെ മറ്റൊരു തരത്തിൽ വന്ന ചോദ്യമാണിത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് PCR rDNA ടെക്നോളജിയിൽ ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ഒന്ന്, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക. നമുക്ക് കിട്ടിയ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് നമ്മൾ എടുത്തു, അതിനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക, റെപ്ലിക്കേഷൻ അല്ലെ. മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് rDNA ടെക്നോളജിയിൽ PCR റോൾ. ആൻഡ് നമ്മൾ പറഞ്ഞു ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ടാഗ് പോളിമറൈസ് എൻസൈം ആണ്. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയിൽ നിന്നും നമ്മൾ എടുക്കുന്ന തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻസൈം, കാരണം ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഡീനാച്ചുറേഷൻ ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആയിരിക്കും. അതുകൊണ്ട് തെർമോസ്റ്റേബിൾ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയയിൽ നിന്നും എടുത്ത എൻസൈമാണ് ടാഗ് പോളിമറൈസ് എൻസൈം. ഓക്കെ, യെസ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റു ചോദ്യം, നമ്മൾ ക്ലോണിംഗ് വെക്ടർ പറഞ്ഞിരുന്നു അല്ലെ. അപ്പം ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ക്ലോണിംഗ് വെക്ടർ. തന്നിട്ടുള്ള ക്ലോണിംഗ് വെക്ടർ ഏതാണ്? PBR322 ആണ്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ക്ലോണിംഗ് വെക്ടർ. ഒന്ന് നമ്മൾ പറഞ്ഞത് റെസ്ട്രിക്ഷൻ എൻസൈം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവണം, സെലക്ടബിൾ മാർക്കർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒരു ഫീച്ചർ നിങ്ങളോട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, എൻസൈം യൂസ് ചെയ്യുന്നത് ടാഗ് പോളിമറൈസ് ആണ്. നമ്മൾ എടുക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഏതാണ്? തെർമസ് അക്വാട്ടിക്കസുമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇക്കോ R1 is an example for restriction enzyme. List out criteria for naming a restrictions. ഇത് നിങ്ങൾക്ക് കുറെ പേർക്ക് മനസ്സിലാവാത്തായിരിക്കും ഇപ്പോഴും അല്ലെ. എങ്ങനെയാണ് ഈ ബാക്ടീരിയക്ക് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈമിന് പേരിടുന്നത് എന്ന് അതറിയാത്തവർ ഇപ്പൊ തന്നെ മിസ് പറഞ്ഞുതരാം, ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി തരാം.
ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോ ഇക്കോ R1 അല്ലെങ്കിൽ ഹിന്റ് 2 എന്നെടുക്കുന്ന സമയത്ത് ഇതിൽ ആദ്യത്തേത് ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം ഓഫ് ബാക്ടീരിയ ഈസ്റ്ററേഷ്യ കോളൈ. ഈസ്റ്ററേഷ്യ കോളൈ ഇതാണ് ഇക്കോ R1 എന്ന് പറഞ്ഞ എൻസൈം നമ്മൾ എടുത്തിട്ടുള്ള ബാക്ടീരിയ. അപ്പൊ അതിന്റെ ജീനസ് നെയിമിലെ ആദ്യത്തെ ലെറ്റർ ആണെന്ന് ഇ എന്ന് പറയുന്നത്, സ്പീഷ്യസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ ആണ് സി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് ഓഫ് ദ ബാക്ടീരിയ ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് ഓഫ് സ്പീഷ്യസ് നെയിം. കണ്ടോ, CO. അതാണ് ഇവിടെ രണ്ടും വന്നിട്ടുള്ളത്. ജീനസിന്റെ ഫസ്റ്റ് ലെറ്റർ, സ്പീഷ്യസിന്റെ ആദ്യത്തെ 2 ലെറ്റർ. അപ്പൊ ECO എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിക്കോ, R1 എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിൻ, ബാക്ടീരിയക്ക് പല സ്ട്രെയിനുകളുണ്ട്, അതിൽ ഏത് സ്ട്രെയിനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു എൻസൈം എടുത്തിട്ടുള്ളത്, അതാണ് R സ്ട്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഒന്ന് എന്ന് പറയുന്നതോ ഓർഡർ ഇൻ വിച്ച് ദ എൻസൈം ഈസ് ഐസൊലേറ്റഡ്. എത്രാമത്തെ ഓർഡറിലാണ് നമ്മൾ ഈ ഒരു എൻസൈമിനെ എടുത്തത്, ദാറ്റ് ഈസ് I, ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് I അല്ലെങ്കിൽ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഹിന്റ് 2 എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് ഓർഡർ ആണ്. ഓർഡർ ഇൻ വിച്ച് ദ എൻസൈം ഈസ് ഐസൊലേറ്റഡ് അതാണ് ഈ 1 എന്ന് റെപ്രസെന്റ് ചെയ്തത്. സോ ഈസ്റ്ററേഷ്യ കോളൈ സ്ട്രെയിൻ ആൻഡ് ദി ഓർഡർ, അതാണ് ഇക്കോ R1. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പേരിടൽ ചടങ്ങ് നടത്തുന്നത് എന്ന് ഓർത്തു വെക്കാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്. നമ്മൾ ബയോറിയാക്ടറിൽ നിന്നൊക്കെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ നമ്മൾ ഒരു മെത്തേഡും കൂടെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോസസ്സും കൂടെ ചെയ്യുന്നുണ്ട്, ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് പ്രോസസ് ബിഫോർ ഇറ്റ് ഈസ് റെഡി ഫോർ മാർക്കറ്റിംഗ് as a finished product. Process includes separation and purification. Product has to be formulated with suitable preservative through clinical trial as in case of drug. Strict quality control testing for each product. അതായത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൂഫ് റീഡിങ് നടത്തും. എന്തെങ്കിലും ഫൈനലായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, എഡിറ്റിംഗ് ചെയ്യാനുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന രീതിയിൽ ഫൈനലായിട്ട് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും, ഇതൊന്ന് പ്രൂഫ് റീഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഉണ്ടാക്കിയ പ്രോഡക്റ്റിനെ ഫൈനൽ പ്രൂഫ് റീഡിങ് നടത്തുന്നതാണ് എന്താ, ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ മാർക്കറ്റിങ്ങിനെ ഇറക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇത് കൺസേർവ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാനുണ്ടോ, ക്ലിനിക്കൽ ട്രയൽസുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് നടത്തും. അതാണ് എന്ത്, ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ക്വസ്റ്റ്യൻസ് ആൻസർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. See you soon in the next video. Bye bye.